الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രമാണ് ഞങ്ങൾ തുടങ്ങിയത്. ലോകത്ത് ഇതുപോലെ ഒരാളുടെ ചരിത്രം എഴുതി വെച്ചത്, ഒരാളെ ജീവിത ചരിത്രം എഴുതി വെച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാളെയും കാണാൻ സാധ്യമല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ജീവിത എല്ലാ ചരിത്രങ്ങളും അത് ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് സ്വഹാബാക്കളും താബിഈങ്ങളും മഹാന്മാരും എഴുതി വെച്ച്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണ് എങ്ങനെയുള്ള കണ്ണാണ്, റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം എങ്ങനെയായിരുന്നു, ഹബീബായ മുത്തുനബിൻ്റെ രണ്ട് കുഞ്ഞിന് എങ്ങനെയായിരുന്നു കുടുസായതാ വിശാലമായതാ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ മുഖം എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹിന്റെ കൈക്കാലുകൾക്കുള്ള വിരൽ എങ്ങനെയായിരുന്നു, എല്ലാം അത് എഴുതി വെച്ചു. ഇതുപോലെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ വേറെ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. അത് ഹബീബായ മുത്തുനബിക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു ഫവറാണ്, ഒരു ബഹുമാനമാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ യാത്ര എളാപ്പയാകുന്ന അബൂ ത്വാലിബിന്റെ ഒട്ടിയായിട്ട് ഷാമിലേക്ക്, അല്ലെ, 12-ാമത്തെ വയസ്സിൽ. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ ഷാമിലേക്ക്, സിറിയയിലേക്ക് 2-ാമത്തെ യാത്ര. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വയസ്സ് എത്രയാണ്? 18 വയസ്സാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് 18-ാമത്തെ വയസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 18-ാമത്തെ വയസ്സിൽ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ വയസ്സ് 18ആണ്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ 18-ാമത്തെ വയസ്സ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വയസ്സ് എത്ര? 20ആണ്. എല്ലാം എഴുതി വെച്ച്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ വയസ്സ് അന്ന് ആ സമയത്ത് 18 വയസ്സ്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വയസ്സ് എത്രയാണ്? 20 വയസ്സാണ്. അങ്ങനെ ഇതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. 2 കൊല്ലം ചില്ലറ പിന്നെന്തായിനി? അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന് ഖലീഫയായി. ആ 2 കൊല്ലം ഖലീഫയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് 63 വയസ്സിൽ എന്തായി? ആ 2 വയസ്സിന്റെ യാറക്കുറവാണ് ഉള്ളത്. മുത്തുനബിക്ക് 2 വയസ്സ് യാറുണ്ട്. അത് ഇത് ഞാൻ മനസ്സിലാവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20-ാമത്തെ വയസ്സിൽ സിദ്ദീഖ് തങ്ങളെ കൂടെ ഷാമിലേക്ക് യാത്ര പോയി. അങ്ങനെ ആ റെസ്റ്റ് എടുക്കുന്ന ആ സ്ഥലത്ത് എത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹബീബായ മുത്തുനബിയും ആ മരുത്തിന്റെ അടിയിൽ ഇറങ്ങി. അങ്ങനെ ഹബീബായ മുത്തുനബി വിശ്രമിക്കുകയാണ്, അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്നലെ ചെന്നു അതേ ബഹിറാൻ ചൊല്ലോ അയാളെ ആശ്രമത്തിലേക്ക്, അയാളെ ആ ഇബാദത്ത് റൂമിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി. അങ്ങനെ പോയി അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ ചോദിച്ചു, മനിർ റജുല്ലദീ ഫീ ളില്ലി ഷജറ, ആ മരത്തിന്റെ കീഴിൽ റെസ്റ്റ് എടുക്കുന്ന ആളാറ്? 12-ാമത്തെ വയസ്സ്. ഇന്ന് റസൂലാക്ക് 20-ാമത്തെ വയസ്സ്, 8 വർഷം പിന്നെ. ആ റെസ്റ്റ് എടുക്കുന്ന ആളാരും കേട്ടിട്ട് സിദ്ദീഖ് നിങ്ങൾ ഒട്ടിക്കുക. ആരാണ് ആ മരത്തിന്റെ താഴ്ഭാഗത്ത് കടന്നുറങ്ങുന്ന ആളാരെന്ന്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്, മക്കത്തെ അബ്ദുൽ മുത്തലിബിന്റെ മോന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അബ്ദുള്ള റളിയല്ലാഹുവിന്റെ മോനാണ് മുഹമ്മദ് എന്ന ആള് ചെറിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ബഹീറ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ അബൂബക്കർ സിദ്ദീഖ്, ഹാദാ വല്ലാഹി നബിയുൻ, ഈ കടന്നുറങ്ങുന്ന, ഈ വിശ്രമിക്കുന്ന ആള്, അല്ലെങ്കിൽ അവിടെയുള്ള ആ മരത്തിന്റെ താഴ്ഭാഗത്തുള്ള ആ ആള് വല്ലാഹി നബിയുൻ, അള്ളാഹുവിനെ തന്നെ സത്യം, ഇത് നബിയാണ്. മസ്തദല്ല തഹ്തഹാ ബഅദ ഈസാ അലൈഹിസ്സലാം ഇല്ലാ മുഹമ്മദുൻ,
ഈ കാണുന്ന മരത്തിന്റെ താഴ്ഭാഗത്ത് ഈസാ നബി അലൈഹിസ്സലാം അല്ലാതെ അതിൻ്റെ ശേഷം ഒരാളും ഇവിടെ നിന്നാക്കിയിട്ട് വിശ്രമിച്ചിട്ടില്ല. കാരണം ഈ മരത്തിന്റെ താഴ്ഭാഗത്ത് സാധാരണ വിശ്രമിക്കുന്നത് അള്ളാഹുവിൻ്റെ നബിമാരാണ്. അതുകൊണ്ട് വല്ലാഹി നബിയുൻ, ഇത് നബിയാണ്. ഈസാ അലൈഹിസ്സലാമിന്റെ ശേഷം ഈ മരം തണൽ കൊടുത്തിട്ടില്ല ഇല്ല മുഹമ്മദുൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. അപ്പൊ റസൂലുള്ളാഹിന്റെ ആ ബാലക്കാരുള്ള സമയത്തും അയാൾ എന്താക്കി, സിദ്ദീഖ് റളിയല്ലാഹുവിന് വിവരം പറഞ്ഞു കൊടുത്തു. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹുവിന് മുത്തുനബിക്ക് നുബുവത്ത് കിട്ടി. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ആ നുബുവത്ത് കിട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇത് പറഞ്ഞു, എൻ്റെ മനസ്സിൽ അന്നേ ഉള്ളതാണ്. ഞാൻ ഷാമിലേക്ക് യാത്ര പോയപ്പോൾ ആ ബഹീറാൻ എന്നിട്ട് ചൊന്ന പടക്കായിട്ടിക്കിട്, ഇത് നബിയാണ്, ഇതൊരു കാലത്ത് നബിയായിട്ട് വരാനുള്ള ആളാണ്. കാരണം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം ഈ മറ തണൽ കൊടുത്തു മുഹമ്മദിനിക്കല്ലാതെ വേറെ ആരും കൊടുത്തിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ചരിത്രം അത് എത്രേ പറഞ്ഞെങ്കിലും തീരൂല. പിന്നീടുള്ള യാത്ര ഖദീജ ബീബി റളിയല്ലാഹുവിന്റെ ചരക്കുമായിട്ട് ഖദീജ ഉമ്മന്റെ ചരക്കുമായിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. അന്ന് റസൂലുള്ളാഹിക്ക് മങ്ങിലായിട്ടില്ല. ഏകദേശം റസൂലുള്ളാഹിന്റെ വയസ്സ് 25 വയസ്സ്, പിന്നെ ഒരു 2-3-4 വർഷം മുട്ടിട്ടായിട്ടിരിക്കും. മൂന്നാമത്തെ യാത്ര അതാരെ കൂടിയാണ്? ഖദീജ ബീബി റളിയല്ലാഹുവിന്റെ സാധാരണ കച്ചവടത്തിന്റെ സാമാൻ ചരക്ക് കൊണ്ടുപോകേണ്ട ആളുണ്ട്, മൈസർ എന്നുള്ള ആൾ. അയാളെ ഒട്ടിയ ഷാമിലേക്ക് പോകുമ്പോൾ ഹബീബായ മുത്തുനബിയും അണ്ട് ജണ്ടാളും. ഖദീജ ഉമ്മന്റെ സാമാന് കൊണ്ടുപോകും, ചരക്ക് കൊണ്ടുപോകും. ജണ്ടാൾ ഉള്ള ഒന്ന് ഹബീബായ മുത്തുനബി, പിന്നെ ഒന്ന് മൈസറാൻ ചൊല്ലു ഈ ഖദീജ ഉമ്മന്റെ സ്വർത്തിലാണ്. അങ്ങനെ രണ്ടാളും എന്താക്കി ഷാമിലേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ് കച്ചവടത്തിന്. അങ്ങനെ ഒരു ബസറാൻ ചൊല്ലുടെ ഒരു അങ്ങാടി, ഒരു ടൗണിലേക്ക് എത്തിയപ്പോൾ അവിടെയും ഒരു റെസ്റ്റ് എടുക്കുവാനായിട്ട് അവിടെയും ഒരു പക്കത്തെ ചെത്തു. ആ തെച്ചപ്പോൾ അതിലെ മുട്ട നസ്തുറാൻ ചൊല്ലൊരു പുരോഹിതമുള്ള അന്നത്തെ അയാളുടെ പേര് ബഹീറാൻ ചൊല്ലിട്ടു. ഇപ്പോൾ ഉള്ള പുരോഹിതൻ നസ്തുറാൻ ചൊല്ലുടെ പുരോഹിതനായിട്ടിരിക്കും. ഈ നസ്തൂറൊക്കെ സാധാരണ മൈസറിന്റെ ഗുരുത്വമുണ്ട്. കാരണം മൈസർ സാധാരണ ഖദീജ ഉമ്മന്റെ ചരക്കുമായിട്ട് ബാന്യത്ത് പോണ്ടേ ആളായിട്ടിരിക്കും. എപ്പോഴും നസ്തൂറ ഈ മൈസറും ചൊല്ല ആൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അണ്ട് മൈസറൊട്ടി ആരുണ്ട്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉണ്ട്. അങ്ങനെ ഈ മൈസറിനെ കണ്ടപ്പോ മൈസറും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് റെസ്റ്റ് എടുക്കുവാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ മൈസർ സാധാരണ ഗുരുത്തുള്ള ആളല്ലേ. അപ്പോൾ ഈ നസ്തൂറാൻ ചൊല്ല പണ്ഡിതനക്ക് എടുത്ത്, യാ മൈസർ, ഈ മരത്തിന്റെ കീഴ് വെച്ച ആൾ ആര്? യാ മൈസറ മൻ ഹാദല്ലദീ നദല തഹത ആദി ഷജറ, ഈ മരത്തിന്റെ കീഴ് ഇറങ്ങിയ ആൾ ആറ്? ആ വെച്ച ആൾ ആറും കേട്ടു. ആരൊട്ടി കേട്ടോ? മൈസറും ചൊല്ലോ ഖദീജ ഉമ്മന്റെ സ്വർത്ര ആളൊട്ടി കേട്ടു. ആര് കേട്ടു? നസ്തൂറാൻ ചൊല്ലുടെ ആ പുരോഹിതൻ കേട്ടു. അപ്പോൾ ഈ മൈസർ ചൊല്ലുടെ റജുലുൻ മിൻ ഖുറൈശി മിൻ അഹ്ലിൽ ഹറം, ഹറമിന്റെ ആൾമാരെ കൂട്ടത്തിൽ വലിയ പ്രധാനപ്പെട്ട ആളുമാരെ പെട്ട ഒരാളാണ് അയാള്. മക്കത്തു ഹറമിന്റെ നേതാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ഒരാളാണ് അവിടെ വെച്ചിട്ടുള്ള ആളും ചൊന്നിട്ടു. നസ്തൂറാൻ ചൊല്ലുടെ ആ പുരോഹിതനിക്ക് മൈസറിൻ ചൊല്ലുടെ ഇയാൾ ചൊന്നു കൊടുക്കും. അപ്പോ ഈ നസ്തൂറാൻ ചൊല്ലുടെ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നു, മാ നദല തഹത ഹാദിഹി ഷജറ ഇല്ലാ നബിയ്യുൻ, ഈ മരത്തിന്റെ ആള്, ഈ മരത്തിന്റെ കീഴിൽ ആര് ഇറങ്ങിയാൽ അങ്ങനെ നബിയല്ലാതെ വേറെ ആരുമല്ല. കാരണം ചരിത്രം അങ്ങനെയാണ്. ഏതൊരാളും വിശ്രമിക്കാൻ മുന്നോട്ട് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നബി മാത്രമാണ്. അതുകൊണ്ട് ആഖിറുൽ അംബിയാഇ വയാ ലൈതൽ അന്നി അദ്രികുഹു ഹീന യുഅ്മറു ബിൽ ഖുറൂജ്. മൈസർക്ക് എന്തോ സംഭവം അറിയാം. റസൂലുള്ളാഹിനെ കുറിച്ച് മുന്നൊന്നും അറിയത് ഈ ഫസ്റ്റുള്ള യാത്രയാണ്. യാത്ര ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെയും പറയും, ഒരുപാട് അത്ഭുതങ്ങൾ മൈസർ കണ്ടിട്ടുണ്ട്. അന്നത്തെ കച്ചവടം സാധാരണ 1000 ഉറുപ്പിക ലാഭം കിട്ടുന്നെങ്കിൽ മുത്തുനബി പോയപ്പോൾ ബാണ്യത്തിൽ 1000 ഉറുപ്പിക അല്ല, ഇരട്ടി ലാഭങ്ങൾ കിട്ടി. അങ്ങനെ മൈസർ നസ്തൂറാൻ ചൊല്ലുടെ ഈ പുരോഹിതൻ ചൊല്ലുടെ, യാ മൈസർ, ആദിച്ചാൽ സാധാരണ ആളൊന്നുമല്ല. എൻ്റെ വേദഗ്രന്ഥത്തിൽ ഞാൻ ഓതിയ മനസ്സിലാക്കിയ
ആ മരുത്തിന്റെ കീഴ് വെച്ച ആള് ഹുവ ഹുവ വഹുവ ആഖിറുൽ അംബിയാ, അത് അയാളാണെങ്കിൽ വഹുവ ആഖിറുൽ അംബിയാ, അവസാനത്തെ നബിയാണ്. അത് വെച്ച ആൾ അവസാനത്തെ നബിയാണ്. വയാ ലൈത അന്നി ഉദ്രിക്കുഹു ഹീന യുഅ്മറു ബിൽ ഖുറൂജ്, അയാളെങ്കിലും നബിയായിട്ട് വരുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അയാളെ ഉമ്മത്തിയായിട്ട് ഞാൻ അയാളെ വിശ്വസിക്കുമായിരുന്നെന്ന് നസ്തൂറാൻ ചെന്ന പണ്ഡിതൻ മൈസറിനേക്ക് പറഞ്ഞു കൊടുക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം നോക്കി. മൈസറും നസ്തൂറയും ഹബീബായ മുത്തുനബി ഒരിക്കലും കണ്ടുമുട്ടിയിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഹബീബായ മുത്തുനബി ആ മരുത്തിന്റെ താഴ്വരയിൽ ഇറങ്ങി അവിടെ വിശ്രമിക്കുന്നത്. നസ്തൂർ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അവിടെ മേഘങ്ങൾ തണലിട്ട് കൊടുക്കുന്നതും ആ മരുത്തിന്റെ ബഹുമാനങ്ങളും ഒക്കെ അവരെ തൗറാത്തിലും ഇഞ്ചിയിലും എല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടറിഞ്ഞ അയാൾ പറയുന്നു, നിന്റെ കൂടെ വന്ന ആള്, ആ മരുത്തിലെ കീഴ് വിശ്രമിക്കുന്ന ആള്, റെസ്റ്റ് എടുക്കുന്ന ആള് ഹുവ ഹുവ, അതാരാണ്? അയാളെന്നെ എല്ലാ സിഫത്തും എല്ലാ വിഷയങ്ങളും അയാൾ കണ്ടുകൊണ്ടുണ്ട്. ഹുവ ആഖിറുൽ അംബിയാ, അയാൾ അവസാനത്തെ നബിയാണ്. എന്നിട്ട് കേൾക്കുന്നത്, അയാൾ രണ്ട് കണ്ണുകളും ചുവപ്പ് നിറം ഉണ്ടാകും, അയാൾ രണ്ട് കണ്ണിലും ചുവപ്പ് കളറുണ്ടാൻ ചെന്നിട്ട് മൈസറിനോട് കേൾക്കുമ്പോൾ മൈസർ പറയുന്നു, അതേ നസ്തൂറാനിങ്ങ ചെന്ന പോലെ അയാൾ രണ്ട് കണ്ണിലും ചുവപ്പ് നിറമുണ്ട് എന്ന് മറുപടി പറഞ്ഞപ്പോൾ അതാ അവിടെ നസ്തൂറ പറയുന്നു, ഹുവ ഹുവ വഹുവ ആഖിറുൽ അംബിയാ, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കി വെച്ച ആ നബിയാണ്, അവസാനത്തെ നബിയാണ്. വയാ ലൈത അന്നി ഉദ്രിക്കുഹു ഹീന യുഅ്മറു ബിൽ ഖുറൂജ്, അയാൾ നബിയായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ, നബിയായിട്ട് ഈ ലോകം അറിയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുമായിരുന്നു, അയാളെ ഉമ്മത്തിയാകാൻ ഞാൻ ഉമ്മത്തിൽ പെടുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നസ്തൂറ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം മൈസർ മനസ്സിലാക്കി വെച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ടൗണിലേക്ക് ബിസിനസ്, കാരണം ചരക്ക് വരെ കയ്യിലുണ്ട്, ബസറ പട്ടണത്തിലേക്ക്, ആ കച്ചവട മാർക്കറ്റിലേക്ക് ഈ സാധനവുമായിട്ട് ഹബീബായ മുത്തുനബിയും അതേപോലെ തന്നെ മൈസൂറും പോവുകയാണ്. അങ്ങനെ മാർക്കറ്റിലെത്തി, മാർക്കറ്റിൽ കച്ചവടം ചെയ്യുമ്പോൾ അവിടെ ഒരാൾ ഹബീബായ മുത്തുനബിൻ്റെ അടുത്തേക്ക് വരും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الراحماയ അല്ലാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാനും ആ മുത്തുനബിയെ സ്നേഹിക്കാനും ആ മുത്തുനബിയെ മഹബ്ബത്ത് വെക്കാനും ആ മുത്തുനബിന്റെ ദീനിക്ക് സഹായിക്കാനും ആ മുത്തുനബി കൊണ്ടുവന്ന ഖുർആന് പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിലുള്ള അഹങ്കാരം, കിബ്റ്, ലോകമാന്യം ഇതെല്ലാം നീ വലിച്ചെറിയണേ ഞങ്ങളുടെ മനസ്സിൽ തഖ്വയും തവാളു, നിന്നോടുള്ള ഖൗഫ്, റജാ ഞങ്ങളെ മനസ്സിലിട്ട് തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കണേ നല്ലവരെ കൂട്ടത്തിൽ പെടുത്തണേ ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം നമുക്കാർക്കും ക്യാൻസർ രോഗം തരല്ല എയ്ഡ്സ് രോഗം തരല്ല ഈമാനോടെ തഖ്വയോടെ ആഫിയത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ ഞങ്ങൾ ആഖിബത്ത് നന്നാക്കണേ ദുനിയാവിന്റെ ജീവിതത്തിൽ വലിയ ഇസ്സത്ത്, റാഹത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങളെ തീർക്കണം ഞങ്ങളെ പാനീയത്തിലും ഞങ്ങളെ പണിയിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല